ഹായ്. ഞാൻ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എന്ന് വെച്ചാൽ ക്യാമറ എവിടെ വെക്കണം, ഏത് ആംഗിളിൽ വെക്കണം, എങ്ങനെ വെച്ചാലായിരിക്കും നല്ല വ്യൂ കിട്ടുക, അല്ലെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇവളെന്ത് തേങ്ങയായി കാണിക്കുന്നതെന്ന്. ഞാൻ ക്യാമറ വെക്കുമ്പോൾ ഒന്നെങ്കിൽ തല ഉണ്ടാവില്ല, ഇത്രയും ഇതിന് മുകളിലേക്ക് ഉണ്ടാവില്ല, ഇതിന് താഴേക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന ആക്ടിവിറ്റി എനിക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വരുന്നതാണ്. ആദ്യമായിട്ടാട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്ത് നോക്കുന്നത്. അപ്പം അതിൻ്റേതായ എല്ലാ കുറവുകളും ഉണ്ടാകും. പിന്നെ ഇത് ഇപ്പം പോലും എനിക്ക് ക്യാമറയിലേക്ക്, അതായത് നമ്മുടെ ഫോണിലെ ക്യാമറ, ഞാൻ ഫോണിലാട്ടോ ഷൂട്ട് ചെയ്യുന്നത്, ഫോണിൻ്റെ ക്യാമറയുടെ അങ്ങോട്ട് നോക്കണോ അല്ലെങ്കിൽ നേരെ സ്ക്രീനിൽ നോക്കണോ, എങ്ങനെ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചായ കുടിക്കാം. നമുക്കൊരു ചായ കുടിച്ച് പരിചയപ്പെടാം. ചായ തണുത്തു പോയി ഗൈസ്. എനിക്ക് പിന്നെ തണുത്ത ചായയാണ് ഇഷ്ടമാവുന്നത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഇന്നൊരു ശ്രമം നടത്തി. അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഇപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അറൗണ്ട് ഒരു 4:35 ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചു. രാവിലെ ഞാൻ കുറേയൊക്കെ കറക്റ്റായിട്ട് നോക്കി, അതായത് രാവിലെ എണീറ്റത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ എടുക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്യമ്മ വന്നു, അതായത് ഉണ്ണിയുടെ അമ്മയുടെ ചേച്ചി വന്നു. ഓക്കെ, അപ്പോൾ വല്യമ്മ വന്നപ്പം എനിക്കതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ അടുത്ത് എങ്ങനെയാണ് ക്യാമറ ഫോണും തൂക്കിപ്പിടിച്ച് ഷൂട്ട് ചെയ്യും, അതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനത്തെ കുറേ ആ ഒരു സാധനം ഉള്ളത് കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ വൈകുന്നേരം വരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇരുന്നൊന്ന് സംസാരിക്കുന്ന പോലെ ആവുകയും ചെയ്യും, നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞാൻ ഇപ്പം ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, വല്യമ്മ വന്നപ്പം ചക്ക, നല്ല പഴുത്ത ചക്ക, പിന്നെ നല്ല പുഴുങ്ങാൻ, അതായത് ചക്കപ്പുഴുക്കുണ്ടാക്കാൻ പാകത്തിനുള്ള ചക്ക, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനും വല്യമ്മയും കൂടി ഇരുന്ന് ചക്കയൊക്കെ പൊളിച്ച് അരിഞ്ഞ്, അതായത് എനിക്ക് അരിയാനും പിടിക്കാനൊന്നും അറിയത്തില്ല, അവൻ ചക്കപ്പുഴുക്കിന് അരിയാൻ അറിയത്തില്ല, അല്ലാണ്ട് അരിയാൻ അറിയത്തില്ല എന്നല്ല കേട്ടോ. പുഴുങ്ങി ഉച്ചയ്ക്ക് ചക്കപ്പുഴുക്കും ചോറും കൊഞ്ച് തീയലും പിന്നെ ഞാനുണ്ടാക്കിയൊരു കറിയും, ഇതെല്ലാം കൂടി കൂട്ടി നല്ല അടിപൊളി ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒരു 3 ഒക്കെ ആയപ്പം അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ തുണി മടക്കി വെക്കൽ, അങ്ങനത്തെ കുറേ പരിപാടികൾ, കുളി, ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് ഞാൻ അവർ വരുന്നവരെ കറക്റ്റായിട്ട് ചെയ്ത്, അവർ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അങ്ങ് എന്തോ ചെയ്യും, വെപ്രാളമല്ല, അവരുടെ മുന്നിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊരു നാണക്കേട്, ചമ്മൽ, അങ്ങനത്തെ സാധനമൊക്കെ. പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനത്തെ ഒക്കെ ഇത് വന്നപ്പം ഞാൻ പിന്നെ അങ്ങ് ഷൂട്ട് ചെയ്യണ കാര്യം വിട്ടുപോയതല്ല, അങ്ങ് ചെയ്തില്ല. ആ ഒരു പോർഷൻ ഉച്ചയ്ക്ക് അവർ വന്ന് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ആ കുറച്ച് ടൈം ഞാനങ്ങ് ഷൂട്ട് ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നപ്പോഴും നമുക്ക് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയാം, ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറ്റ്ലീസ്റ്റ് പറയുമെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഞാൻ ആ ഉച്ച വരെ എടുത്തത് മാത്രം എടുത്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് തേങ്ങ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടതെന്ന് വിചാരിക്കും. ആക്ച്വലി ചാനലിൻ്റെ പേര് പോലെ ഞാനൊരു മടിച്ചിയാണ്, എങ്കിലും ഞാൻ അത്യാവശ്യം പണിയൊക്കെ എടുക്കും. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 16-ാം തീയതി. ഓക്കെ, ഇന്നേക്ക് 12 ദിവസമായിട്ടോ. ഞാൻ ജൂൺ 4-ാം തീയതിയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ജൂൺ 4-ാം തീയതി ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത്, ഷോർട്സ് പോസ്റ്റ് ചെയ്ത്
ഐശ്വര്യം കുറച്ച് കൂടിപ്പോയത് എന്താണോന്ന് അറിയില്ല. അതിനൊരു 100 ചില്ലാനും വ്യൂസൊക്കെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പം ഈ ഒരു 12 ദിവസം കൊണ്ട് ഞാനൊരു 8ഓളം ഷോർട്സും ഒരു ലോങ് വീഡിയോ, ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ നിങ്ങൾ ഇതെൻ്റെ 2ാമത്തെ ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ, ഒക്കെ ചെയ്തു. 12 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് സ്വന്തമായിട്ട്. ആൻഡ് ആ സബ്സ്ക്രൈബ് ചെയ്ത് 12 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരാൾ കണ്ടാലും എനിക്ക് സന്തോഷമാണ്. അതിലാരൊക്കെ കാണുന്നുണ്ടോ അവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി, എൻ്റെ ലിറ്ററലി ഞാൻ എന്താ പറയുക, താങ്ക്ഫുള്ളാണ് നിങ്ങളോട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്സിനോ എൻ്റെ ഫാമിലിക്കോ ഒരു മനുഷ്യനോട് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 ഞാനാണ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി പോയി 10, ബാക്കി 10 പേര്. അത് എനിക്ക് അറിയ പോലും ഇല്ല, എന്നെ അറിയാത്ത, എനിക്ക് അങ്ങോട്ടും അറിയാത്ത 10 പേരാണ്. അപ്പം ആ 10 പേരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നുവെച്ചാൽ ഞാൻ ആർക്കും അയച്ചു കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇട്ട ആ ഒരു 7-8 ഷോർട്സിൽ നിന്നും കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് ആ 10 പേരും. ആ 10 പേരോട് ഹൃദയം നിറഞ്ഞ നന്ദി. എന്താ പറയുക, എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ 10 പേരുള്ളിൽ. അതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ അത്ര എക്സ്പ്രസീവ് അല്ല, അപ്പം നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുന്ന മാത്രമേ ഉള്ളൂ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ലിറ്ററലി ഹാപ്പിയാണ്. ഇത് ഇന്നലെ രാത്രി പോലും ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഉണ്ണി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ഒരാൾക്ക് പോലും അയച്ചു കൊടുത്തിട്ടില്ല, അല്ലാണ്ട് നിൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ് ആ 10 പേരും, അത് നല്ലൊരു കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. നേരാണ്, ഞാൻ ആലോചിച്ചിട്ടുണ്ടല്ലെങ്കിലും എനിക്കറിയത്തില്ല, എനിക്കറിയാത്ത 10 പേര് ഞാൻ ഇട്ട ആ ഒരു 8 ഷോർട്സ് കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ നല്ലതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആൻഡ് ഭയങ്കര താങ്ക്ഫുള്ളാണ് ഞാൻ ആ 10 പേരോടും. പിന്നെ എൻ്റെ വീഡിയോസ് പുതിയ ആൾക്കാരിലേക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമല്ലോ, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. ഓക്കെ, പിന്നെ ഇനി പരിചയപ്പെടാമെന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ എന്തൊക്കെയോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പം എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ, ദി ലേസി ഗേൾസ് ഡയറി എന്നാണ്. അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം ഞാൻ എന്തൊരു മടിച്ചിയാണെന്നുള്ള കാര്യം. ഓക്കെ, അമ്മാതിരി മടിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും മടിയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര മടിച്ചിയാണ് ഞാൻ. പണി എടുക്കുമെങ്കിലും അത് മടി കാരണം എങ്ങനെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം, അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഞാൻ. ഓക്കെ, അത്ര മടിച്ചാണ് ഞാൻ. അപ്പം ചാനലിൻ്റെ പേര് ദി ലേസി ഗേൾസ് ഡയറി എന്നിട്ട് അതിൻ്റെ റീസൺ അതാണ്. സത്യത്തിൽ റിയൽ ലൈഫിൽ ഞാനൊരു മടിച്ചി ആയതുകൊണ്ടും ഞാൻ എൻ്റെ ഡെയിലി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് വ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ അങ്ങനെ ഒരു പേര് എൻ്റെ തോട്ടിൽ വന്നത്. ദ ലേസി ഗേൾസ് ഡയറി, ഒരു ഡയറി പോലെ തന്നെ. ഞാൻ മാക്സിമം ഡെയിലി ഇടാൻ ശ്രമിക്കുന്നുണ്ടെന്നല്ല, ഇടും. ഇപ്പോൾ ഒരു 1-2 ദിവസം ഒരു ഗ്യാപ്പ് വന്നെങ്കിലും ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ എന്തായാലും വീഡിയോസ് ഇടും. കാരണം ആ സബ്സ്ക്രൈബ് ചെയ്ത 10 പേരോടെങ്കിലും ഞാൻ ആ ഒരു മറ്റേ സാധനം കീപ്പ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പം ചാനലിൻ്റെ പേര് അതാണെങ്കിലും എൻ്റെ ആക്ച്വൽ നെയിം രേഷ്മ എന്നാണ്, രേഷ്മ തോമസ്. ഇപ്പോൾ രേഷ്മ അമിൽ, ബിക്കോസ് ഐ ആം മാരീഡ് ടു മിസ്റ്റർ അമിൽ അഥവാ ഉണ്ണി എന്ന് പറയുമ്പോൾ എന്തിനാ എൻ്റെ പേര് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? നമ്മൾ വിളിക്കുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കുന്നതല്ലേ നിങ്ങൾക്ക് വായിൽ വരത്തുള്ളൂ, അതുപോലെ തന്നെ എനിക്കും അങ്ങനെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് രേഷ്മ എന്നാണ്. ബേസിക്കലി ഞാൻ കണ്ണൂരെന്നാണ്. കറൻ്റ്ലി എൻ്റെ ഫാമിലി ഇസ് റിസൈഡിങ് അറ്റ് കാസർഗോഡ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മി ഈസ് ഫ്രം കാസർഗോഡ്. ഓക്കെ, ആൻഡ് ഞാൻ ഇപ്പം ഉള്ളത് കൊല്ലം മൺട്രോത്തുരുത്ത്. ഓക്കെ, കാരണം ഉണ്ണിയുടെ വീട് ഇവിടെയാണ്, ഞാൻ ഉണ്ണിയുടെ വീട്ടിലാണുള്ളത്.
യാ ഇത്രയൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് വേണേൽ പറയാം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ എന്താണെന്നൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടും പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ചു നമുക്കെന്നാൽ എങ്ങനെയൊന്ന് സംസാരിച്ച് പരിചയപ്പെടണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ ഇവളെ കൊണ്ട് ചെയ്യാൻ പറ്റും, മേ ബി നാളെ ബെറ്റർ വീഡിയോസ് വരുമായിരിക്കും, അങ്ങനെ ഒരു തോട്ട് വന്നാൽ പോലും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നടക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോണിറ്റൈസ് ആവുന്നതിനെ പറ്റി അങ്ങനെയൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പം ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല, അപ്പം വെറുതെ ഇങ്ങനെ ഓരോ ദിവസവും ജീവിച്ച് പോകുന്നതിന് പകരം നമുക്കതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനും കൂടി പറ്റിയൊരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പം അങ്ങനെയും കൂടി ചിന്തിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കറൻ്റ്ലി ഉള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എന്താണ് എന്ന് വെച്ചാൽ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഇതായിരുന്നു, വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കാണുന്നവർ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ കമൻറ്റൊക്കെ ചെയ്യുക. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇപ്പോൾ ഓരോ സബ്സ്ക്രൈബർ വരുമ്പോഴും ഒരു സബ്സ്ക്രൈബർ കിട്ടി എന്നുള്ളത് കാണുമ്പോഴും ഇവിടെ ഇങ്ങനെ മറ്റേ സാധനം വരും നമുക്കിങ്ങനെ ഒരു വെയിറ്റ് അല്ല, ആങ്സൈറ്റി എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരുമ്പം നമുക്ക് നെഞ്ചത്തൊരു പിടുത്തം വരില്ല, ആ സാധനം വരും. പക്ഷെ അതൊരു സുഖമുള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പം അത്രയൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനൊക്കെ ഉണ്ട് എന്നൊക്കെയാണെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ Q&A ചെയ്യണം എന്നൊക്കെ എനിക്കുമുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്താലല്ലേ നമുക്ക് ഓക്കെ അവർക്ക് താല്പര്യമുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനത്തെ വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷൻ ആവും. അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എനിക്ക് ഇങ്ങനെ കുറച്ച് ഞാൻ ഇതുവരെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആക്ച്വലി ക്യാമറ ഷൈയും കൂടിയാണ് കുറേയൊക്കെ. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഇന്നത്തെ എൻ്റെ ഡേയുടെ ബാക്കി ഇപ്പോൾ ഒരു 5 ആയി കാണും. ബാക്കി അങ്ങോട്ട് എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു. അല്ല ബൈ അല്ല, ഇതിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതും കൂടി കണ്ടിട്ട് പോകാൻ അതും കൂടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്താണെന്നുള്ളത് കമൻറ്റും കൂടി ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ചെയ്ത എല്ലാവരോടും താങ്ക് യു, എ ബിഗ് താങ്ക് യു.